ഹായ് ഫ്രണ്ട്സ്, ആർട്ടീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നേ കുറച്ച് കക്ക കിട്ടി, നമുക്കതൊന്ന് തോരൻ വെച്ചാലോ? അങ്ങനെ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തു. അതിൻ്റെ വെള്ളമേ മാറ്റി വെക്കുവാണേ, ഞാൻ വേറൊരു റെസിപ്പി കാണിച്ചു തരാം. അങ്ങനെ കക്കയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ആ കുറച്ച് കക്ക വെള്ളവും തെളിച്ചൊഴിച്ച് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ അടുപ്പത്ത് വെച്ചതൊന്ന് വേവിക്കുവാണ്. അപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല, കക്ക വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഉപ്പിടാഞ്ഞത്. നിങ്ങൾ കക്ക പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ ഉപ്പിടണം. പിന്നെ ഒരു മിക്സിയിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും കുറച്ച് വെളുത്തുള്ളി വിട്ട് ഒന്ന് ചതച്ചെടുത്തു. തോരൻ്റെ പരുവത്തിൽ ചതച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കക്കയിലെ വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുവാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വാട്ടുവാണ്. നന്നായിട്ടത് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കക്കയിറച്ചിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കക്കയിറച്ചി തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ അത് കക്കയിറച്ചി ഒന്ന് വാടി ഒന്നായി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പീര വിട്ട് കുറച്ച് ആ മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുവാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ച് കാണത്തില്ലായിരിക്കാം, മിക്കവാറും ആരും കഴിച്ച് കാണാൻ സാധ്യതയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.